നിങ്ങളുടെ പ്രിയപ്പെട്ട റിതം എന്ന മ്യൂസിക്കൽ ചാറ്റ് ഷോയിലേക്ക് കൈരളി ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നിങ്ങളുടെ സ്വന്തം റിമി ടോമിയുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു, വിശ്വാസത്തിൽ ഭയങ്കര. ഞാനും കാത്തിരിക്കുകയാണ് ശനിയാഴ്ച നിങ്ങളെ കാണാൻ വേണ്ടി 9 മണിയാവാൻ, അല്ലെങ്കിൽ ഞായറാഴ്ച 9 മണിയാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പുതിയൊരു ഗസ്റ്റിനെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ, അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ. ഒരു ചില്ലറ കാര്യമല്ല, ഒരു നിസ്സാര കാര്യമല്ല അത്. കാരണം നിങ്ങൾ സ്ക്രീനിൽ മാത്രം കാണുന്ന, മിനി സ്ക്രീനിലായിക്കോട്ടെ ബിഗ് സ്ക്രീനിലായിട്ട് കാണുന്നവരുടെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയുന്നു, അവരുടെ വിശേഷങ്ങൾ നമ്മൾ ചോദിച്ചറിയുന്നു. അവരെ വേദിയിൽ കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയ ഭാഗ്യമുള്ള കാര്യമാണ്. ഇപ്രാവശ്യം ഒരു അനുഗ്രഹീത കലാകാരൻ നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. നിരവധി സ്റ്റേജ് ഷോസിലൂടെ വന്ന് പിന്നെ എന്താ പറയാ, ഇന്ന് ബിഗ് സ്ക്രീനിൽ ഒരുപാട് നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നല്ല നല്ല കഥാപാത്രങ്ങളുടെ നമ്മുടെ പ്രിയപ്പെട്ട ബിജുക്കുട്ടൻ. ബിജുക്കുട്ടനാണെങ്കിൽ ഞാൻ ചേട്ടാന്ന് വിളിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബിജുക്കുട്ടൻ ചേട്ടാ. ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൊറേ നാളായിട്ട് ഞങ്ങളായിട്ട് ഇങ്ങനെ വട്ട് തട്ടുമായിരുന്നു അല്ലേ? എത്ര നാള് ഞങ്ങള് പുറകെ നടന്നു. ഒന്ന് വാ ഹൃദയത്തിൽ ഒന്ന് വാ. എന്താ ഹൃദയത്തിനോട് ഇത്ര ദേഷ്യം? സമയം എടുത്തിട്ട് വൈകി വരാനുള്ള കാരണം എന്താണ്? അല്ലല്ല, ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ എപ്പിസോഡുകൾ കണ്ടിരിക്കുന്നു. എന്നിട്ട് നമുക്കൂടെ ഒന്ന് തറക്കാനായിട്ട് വലിയ വലിയ ആൾക്കാരൊക്കെ നേരത്തെ വന്ന് പോട്ടെ, പിന്നെ ചെറിയ ആൾക്കാർക്ക് വരാമല്ലോ. നമുക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഹൃദയത്തില് ഇപ്പം നാളെ ഒരു സിനിമയെ പോലും അഭിനയിക്കാത്ത ഒരാളെ ഇവിടെ കൊണ്ടുവരുത്തിയാലും നമ്മൾ അവരെ വലിയ ആളാക്കി തീർക്കും. ഹിന്ദിയിൽ എനിക്കൊരു വേഷം. പക്ഷെ ഞാൻ ബിജുക്കുട്ടൻ ചേട്ടന്റെ കാര്യം പറഞ്ഞ അങ്ങനെയല്ല. ചെയ്ത ചേട്ടന്റെ വളർച്ച എന്ന് പറയുന്നത് ഒരു വളർച്ചയെന്ന് പറഞ്ഞാൽ വലിയ വളർച്ചയൊന്നുമില്ല. അല്ല, ശാരീരികമായ വളർച്ച അത് വളർന്നിട്ടില്ല നമുക്കറിയാം. പക്ഷെ അതല്ല, അതിന്റെ കാര്യം പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ എയർപോർട്ടിൽ ഒരു ചേച്ചി, നമ്മുടെ സെക്യൂരിറ്റി ചേച്ചിമാരുണ്ടല്ലോ, കറക്റ്റിന്റെ അകത്ത് കയറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തും ചോദിക്കാം. അവിടെ നമുക്ക് അവരെ അവിടെ ഒന്നും തിരിച്ചു ചോദിക്കാൻ പറ്റത്തില്ല. പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ പാവങ്ങളായിട്ട് നിന്നോളണം. ഒരു ചേച്ചി പറഞ്ഞു, ടിവിയിലൊക്കെ കണ്ടപ്പോ ഭയങ്കര ഹൈറ്റ് ആയിരുന്നല്ലോ, ഇപ്പൊ എന്താ ഹൈറ്റ് ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഹൈറ്റ് ഇത്രേ ഉള്ളൂ, ജനിച്ചപ്പോ തൊട്ട് ഹൈറ്റ് ഇത്രേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കല്ലേ ചേച്ചി? അല്ല, ഞങ്ങൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചു പോയെന്ന് പറഞ്ഞു. ഞാൻ ചേച്ചി ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കല്ലേ. അപ്പൊ ഈ ഹൈറ്റ് ഒക്കെ കുറഞ്ഞത് നമ്മുടെ തെറ്റായി പോയെന്നുള്ള രീതിയിലാണ് ചിലവരുടെ സംസാരം. അതായത് അവർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി നമ്മ 2 സൈസ് ചെരുപ്പ് കൊണ്ട് നടക്കണം. അപ്പൊ ഹീലുള്ളത് ഹീലില്ലാത്തത് അപ്പൊ തന്നെ ഇട്ട് കാണിച്ചു പറ്റത്തില്ല. ഈ ഇത്ര ഹൈറ്റിൽ കണ്ടാ മതി. അവസാനം ചേച്ചി പറയണേ, വേണമെങ്കിൽ എന്റെ കുറച്ച് ഹൈറ്റ് എടുത്തോളാം. ടിവിയിൽ കാണുന്ന ഒരാൾക്കാരായിരിക്കില്ല, പ്രത്യേകിച്ച് ഞാൻ എന്റെ കാര്യത്തിൽ പറഞ്ഞാണ്, പറയേണ്ട ഒരു കാര്യമില്ല. എന്നാലും നമ്മൾ ശാരീരികമായ വളർച്ചയുടെ കാര്യത്തെ പറ്റി പറഞ്ഞപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ ചേട്ടൻ നേരെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടോ? അല്ല, പൊക്കം കുറവ് ഇപ്പൊ ഇതുപോലെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ തന്നെ പറയുള്ളൂ. കാരണം കൂട്ടുകാരന്മാരെന്നെ ചോദിച്ചിട്ടുണ്ട്, ഇപ്പൊ നിനക്കിപ്പോ ചാൻസ് മറ്റേ മമ്മൂക്കയുടെ പടത്തിൽ അല്ലെങ്കിൽ ലാലേട്ടന്റെ പടത്തിൽ സുരേഷ് ഗോപിയുടെ പടത്തിലൊക്കെ ചാൻസ് കിട്ടുമെന്ന് പറഞ്ഞാല് അതൊരു വലിയ കഴിവിന്റെ പേരിലൊന്നുമല്ല. പിന്നെ ഞാൻ ചോദിച്ചാൽ എന്താണ്, നമ്മ വലിയ വലിയ ടവറുകളൊക്കെ ഉണ്ടാക്കാൻ അതിന്റെ ഫ്രണ്ടിൽ കൊണ്ടൊരു നോക്കൂത്തി വെക്കൂലേ, അവർക്ക് കണ്ണ് കിട്ടാണ്ടിരിക്കുക. പക്ഷേ അവരൊക്കെ എത്ര തപസ് ചെയ്താലും ഈ നോക്കൂത്തിയായിട്ട് നിർത്താനെങ്കിലും അവരെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് കുറച്ച് ഗ്ലാമർ കൂടി പോയതുകൊണ്ട് കൊണ്ട് അവരെ അടുപ്പിക്കുകയല്ലോ ആ റോളിലോട്ടൊന്നും. പക്ഷെ ചേട്ടന്റെ ദൈവാനുഗ്രഹമാണ്. ഇതുകൊണ്ട് ഈ ഒരു രൂപത്തില്, ഈ ഒരു പൊക്കത്തില്, ഈ ഒരു ഷേപ്പില്, ഇതാണ് ചേട്ടന്റെ എന്താ പറയാ ഇത്രയും ഉയർച്ചയുടെ കാരണം. ഞാൻ ഒത്തിരി സ്കിറ്റിലൊക്കെ ഞാൻ ചേട്ടനെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒത്തിരി സ്റ്റേജ് ഷോസിൽ കണ്ടിട്ടുണ്ട്. ഒത്തിരി പെരുന്നാദൃശ്യക്കാരുടെ ഷോസിനൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ചേട്ടനായിട്ട് ഒരു ഇന്റർവ്യൂവിന് വരുന്ന ഒരു സംഭവമൊക്കെ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. തലതല്ലി ചിരിച്ചേക്കുന്ന ഒരു സംഭവമായിരിക്കും അത്. അപ്പൊ അത് കണ്ടപ്പോ തന്നെ അവിടെ ഇരിക്കുന്ന എല്ലാരും പറയും, പുള്ളി മിക്കവാറും സിനിമയിലോട്ട് കയറും. അന്നൊക്കെ എത്രയോ പേരെ പറഞ്ഞു തള്ളിയത്, പക്ഷെ എല്ലാരും കേറിയിട്ടും ഉണ്ടാവില്ല. അപ്പൊ ആദ്യ ചിത്രം എന്ന് പറയുന്നത് ആണ്ടവനായിരുന്നോ? അല്ലല്ല, ആണ്ടവന് മുമ്പ് വൈറ്റ് കോളർ ശിവസുബ്രഹ്മണ്യം എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. അത് ഞാൻ സലിംകുമാറിന്റെ ട്രൂപ്പിൽ, കൊച്ചിൻ സ്റ്റാലിയൻസ് എന്ന് പറഞ്ഞ സലിംകുമാറിന്റെ ട്രൂപ്പിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് സലിംകുമാറിനെ എഗ്രിമെന്റ് ചെയ്യിക്കാനായിട്ട് ഒരു പ്രൊഡ്യൂസർ വന്നു. അപ്പൊ ഞങ്ങൾ റിഹേഴ്സൽ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്നെ കണ്ടപ്പോ പുള്ളി പറഞ്ഞ് എവിടെയോ കണ്ടുപരിച്ചിട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ നമ്മൾ സിനിമയിലില്ല, മീഡിയ കാര്യങ്ങളിലൊന്നും ഇല്ലാത്തതാണ്, പിന്നെ മിമിക്രി ചെയ്യും എന്ന് പറഞ്ഞു. എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ എന്ന് പറഞ്ഞ സിനിമയുണ്ടല്ലോ കമൽ സാറിന്റെ, അതിന്റെ 100ാമത്തെ ദിവസം നമ്മുടെ കൊടുങ്ങല്ലൂർ വെച്ചാണ് ആഘോഷിച്ചത്. അപ്പൊ അവിടെ ഞാനും സാജിക്കോടിയും ചേട്ടനും സാജൻ പള്ളിത്തിന് ഒരു സ്കിറ്റ് ചെയ്തിരുന്നു. ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐറ്റം അവിടെ കളിച്ച്. അപ്പൊ അതിനകത്തൊരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന ഒരു കൗണ്ടർ ഉണ്ട്, ഇപ്പൊ വീണേനെ എന്ന് പറഞ്ഞത്. അപ്പൊ അതാണ് പുള്ളി പറഞ്ഞത്. പുള്ളി പറഞ്ഞു ഇങ്ങനെ, അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടായിരുന്ന പറഞ്ഞാ ശരി എന്ന് പറഞ്ഞു. പുള്ളി പോയി. അപ്പൊ സലിംകുമാർ എന്നോട് പറഞ്ഞു ആ സിനിമയിൽ ഒരു ചാൻസ് ഉണ്ട്, എന്തൊരു ചെറിയ വേഷമുണ്ട്. അപ്പൊ ഒരു ദിവസം എന്നോട് പറഞ്ഞു, നാളെ സലിംകുമാറിന് ഷൂട്ടുണ്ട്, താൻ ഇന്ന് വൈകിട്ട് തന്നെ തൃശ്ശൂർ വന്നോളാൻ പറഞ്ഞു. ഞാൻ സലിംകുമാറിനെ വിളിച്ചു ചോദിച്ചു, പറഞ്ഞു നീ ഇന്ന് പോകണ്ട, നാളെ എന്റെ കൂടെ എന്റെ കാറിന് വന്നോളാൻ പറഞ്ഞു. ഞാൻ ചെന്നു ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടും ഒന്നുമില്ല. പിന്നെ ഹരിശ്രീ അശോകൻ ചേട്ടന്റെ കൂടെ ഒരു
അലക്കണ സീനായിരുന്നു. അവർ 2-3 ഡയലോഗുള്ളൂ. പക്ഷെ പടം ഇതുവരെ റിലീസായില്ല. അത് ഇതൊക്കെ പറയുമ്പോഴും കണ്ണ് നിറഞ്ഞു പോകുന്നതായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. അത് ഇല്ല, അത് കണ്ണിന് കേറുന്നില്ല, സങ്കടം കൊണ്ടല്ല. അല്ല, ഞാനടുത്ത് ഇനി ആദ്യത്തെ വർക്കിനെ പറ്റിയൊക്കെ പറയുമ്പോ ഇല്ല, അവിടെ പൈസ കിട്ടിയായിരുന്നു കുറച്ച് ചെയ്തോളെങ്കിലും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഈറൻ കണ്ണുകളിൽ ഈറനാണ് ഈ അണിഞ്ഞു പോകുന്നത്, തെറ്റല്ലല്ലോ. അല്ലല്ല. പിന്നെയാണ് ആണ്ടവൻ ഒരു ഇറങ്ങിയ പടത്തിൽ. ഈ പടം കണ്ടിട്ടാണോ ആണ്ടവനിലോട്ട്? അല്ലല്ല, ഈ പടം ഇറങ്ങിയില്ല, റിലീസായില്ല. അല്ല, അഭിനയിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടോ? അല്ല, അത് കഴിഞ്ഞതിന് ശേഷം ടിനിട്ടോമും ഞാൻ 10 രൂപ കൂടി ഒരു ചാനലിൽ വേറൊരു പ്രോഗ്രാം തുടങ്ങി. ആ പ്രോഗ്രാം കണ്ടതിന് ശേഷമാണ് അക്ബർ ജോസ് എന്ന് പറഞ്ഞ 2 ഇരട്ട സംവിധായകര് എനിക്ക് ഒരു കുടിയന്റെ വേഷം, സാധാരണ മിമിക്രിക്കാർക്ക് കിട്ടുന്ന ഒരു വേഷം, വലിയൊരു ത്രൂ ഔട്ട് വേഷമൊന്നുമല്ല. നമ്മള് ഗൾഫിലൊക്കെ പോണ കാലഘട്ടത്തിലാണത് പ്രോഗ്രാമിന് പോണത്. അത് ചെയ്തൊരു 3-4 സീനൊക്കെ ഉള്ളു. അത് ചെയ്തിട്ട് പിന്നെ ഇറങ്ങിയില്ല. അത് പോത്തമ്പാവ കഴിഞ്ഞതിന് ശേഷമാണ് ആണ്ടവൻ ഇറങ്ങിയത്. അപ്പൊ ആദ്യത്തെ റിലീസ് പടം എന്ന് പറഞ്ഞാൽ പോത്തമ്പാവ. പോത്തൻവാവയാണ് ബിജുക്കുട്ടൻ എന്നൊരു കലാകാരനെ സിനിമാ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തി, അല്ലെങ്കിൽ എല്ലാവരും ഒരു 4 ആൾ അറിഞ്ഞ ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് പോത്തൻവാവ തന്നെ അല്ലെ? കാരണം സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞോട്ട് ഒരു മിമിക്രിക്കാരന് ഒരു സിനിമയിൽ ചാൻസ് കിട്ടാന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളും അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഒരു 3-4 സീൻ അത് കിട്ടി തന്നെ സ്ക്രീനിൽ കാണുക എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. വലിയൊരു നടനാവണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ സിനിമ ആദ്യമായിട്ട് നമ്മുടെ ഒരു എഗ്രിമെന്റ് എഴുതുക, അതിനകത്ത് അഡ്വാൻസ് വാങ്ങിക്കുക, അങ്ങനെ മറ്റുള്ള സ്ക്രിപ്റ്റ് വായിക്കാൻ തരുക, അങ്ങനെ ഒരു നല്ലൊരു സിനിമ സെറ്റപ്പിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്ത് പോത്തമ്പാവയാണ്. അതിന്റേതായ പൈസയും കിട്ടി, സന്തോഷം തന്നെയാണ്. അതിനകത്ത് പൈസയിലും വരുന്ന വെച്ചാൽ നമുക്ക് ഇത്രയും വലിയൊരു ചാൻസ് കിട്ടുക എന്നുള്ളത്. അതിനകത്ത് ഞാൻ ബെന്നിച്ചേട്ടൻ, അതുപോലെ ജോർജ് സാറ്, മമ്മൂക്ക, ലാൽ ക്രിയേഷൻസ്, ലാലേട്ടനൊക്കെ, അത് എല്ലാവർക്കും ഒരു ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ തന്നെ ചെയ്താൽ മതി എന്നുള്ളത്. അല്ല ചേട്ടാ, അപ്പൊ ഈ സ്റ്റേജ് ഷോ എന്ന് പറയുന്ന സംഭവം ചേട്ടൻ ഇപ്പൊ പൂർണ്ണമായിട്ട് നിർത്തിയോ? ഇല്ലില്ല, നല്ല എടുത്ത പരിപാടി ചെയ്യും അല്ലെ? അപ്പൊ ഈ സിനിമ ലൊക്കേഷനിൽ വിട്ട് പോരാൻ പറ്റുന്നുണ്ടോ? അല്ല, നമ്മളൊരു പ്രോഗ്രാം നേരത്തെ ഇപ്പൊ നമ്മള് ഈ മാസം നമ്മളെ വിളിച്ചറിയിച്ചു കഴിഞ്ഞാൽ നമ്മള് അടുത്ത മാസം ആ പ്രോഗ്രാമെങ്കിൽ നമ്മൾ ആ സിനിമയുടെ ആളോട് പറയും അടുത്ത മാസം ഇന്നത്തെ ഡേറ്റിന് ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറയും. അങ്ങനെ ചെയ്യാൻ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പോകും നമ്മൾ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇവിടുന്ന് കളവ് പറഞ്ഞിട്ട് അവിടെ ചെന്ന് ആ പൈസ വാങ്ങിച്ചിട്ട് അവിടെ കളവ് പറഞ്ഞിട്ട് അങ്ങനെ പരിപാടിയൊന്നുമില്ല.